പ്രഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ നമസ്തേ രാധേശ്യ. ഞാനിന്ന് പറയാൻ പോകുന്നത് കൃഷ്ണാവതാര കഥയാണ്. എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ വസുദേവരും ദേവകി മാതാവുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ വസുദേവനും ദേവകി മാതാവിനെ നമ്മുടെ കംസൻ മാറ്റാൻ കൊണ്ടുപോകുന്നത് വസുദേവരെ കൊട്ടാരത്തിലേക്ക്. അപ്പോൾ ഇതിന് ചുരുക്കമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമിയിൽ അസുരന്മാരെ കൊണ്ട് സഹിക്കാൻ വയ്യ. അപ്പോൾ അസുരന്മാരെ കൊണ്ട് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഭൂമിദേവി വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ വിഷ്ണുദേവ ഈ ദ്വാപരയുഗത്തിൽ ഭഗവാന്റെ അവതാരം എടുക്കണം. ആരായിട്ടും ശ്രീകൃഷ്ണനായിട്ടും. അപ്പോൾ എങ്ങനെയെങ്കിലും അവതരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവകി മാതാവ് വസുദേവന് വിവാഹം കഴിഞ്ഞ് കൊണ്ട് ആക്കാമോസം കിടന്ന അശരീരി കേട്ടു. അശരീരി കേട്ടിട്ട് പറഞ്ഞു, അല്ലയോ കംസ, നിങ്ങളുടെ സഹോദരൻ എട്ടാമത്തെ നിങ്ങളെ വധിക്കുമെന്ന്. അപ്പോൾ വധിക്കുമെന്ന് പറഞ്ഞപ്പോൾ കംസൻ ആദ്യമൊന്നും വിചാരിച്ചില്ല. രണ്ടാമത്തെ ശരീരമൊന്നും വിചാരിച്ചില്ല. മൂന്നാമത്തെ ശരീരമായിട്ടപ്പം കംസൻ കാര്യം മനസ്സിലായി. കംസൻ ദേവകിയെ ഉപദ്രവിച്ചു, വളരെ ക്രൂരമായിട്ടും പൈശാചികമായിട്ടും. ഒരു പെങ്ങളൊരിക്കലും ആങ്ങളെ ചെയ്യാൻ പാടില്ലാത്തതുപോലെ, അങ്ങനെ വസുദേവ ഒരു കാൽക്കലേക്ക് വീണു. കംസ മഹാരാജാവേ, ഞാൻ വിവാഹം കഴിച്ചിട്ട് ആദ്യത്തെ ദിവസമായി, ഇവിടെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾക്കുണ്ടാവുന്ന എല്ലാ പ്രമാണം തന്നേക്കാന്ന്. അങ്ങനെ വന്നപ്പോൾ വസുദേവരി പറഞ്ഞത് കേട്ട് കംസം വിട്ടു. അങ്ങനെ വന്നപ്പോൾ ആദ്യത്തെ കുട്ടിയെ കൊണ്ടേ കിട്ടും. അന്നേരം പറഞ്ഞു, ഈ കുട്ടിയെ വളർത്തിക്കോളൂ, എനിക്ക് എട്ടാമത്തെ പുത്രനെ മതിയെന്ന് പറഞ്ഞു. എട്ടാമത്തെ പുത്രനെ മതിയെന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷി ഒരിക്കൽ കംസന്റെ കൊട്ടാരത്തിൽ ചെന്നു. കംസൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ, വിഷ്ണുവാണ് കേട്ടോ കംസ മഹാരാജയെ കൊല്ലാൻ പോകുന്നതെന്ന്. ബാക്കിയുള്ള 6 കുട്ടികളെ കല്ലേലടിച്ചു, നിഷ്ഠൂരം കൊന്നു. അങ്ങനെ 7ാമത് ആദിപരാശക്തി അവതരിച്ചു. ആദിപരാശക്തി പറഞ്ഞു, അല്ലയോ കംസ, നിന്നെ വധിക്കാൻ വിഷ്ണു തന്നെ തയ്യാറായിട്ടുണ്ട്, ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആദിപരാശക്തി മായയായിപ്പോയി. അങ്ങനെ കാരാഗ്രഹത്തിലാണ് ദേവകി വസുദേവര്. കാരാഗ്രഹത്തിൽ വെച്ച് രാത്രി 12 മണിക്കാണ് ഭഗവാൻ ജനിക്കുന്നത്. അർദ്ധരാത്രി 12 മണിക്ക് ജനിച്ച് ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണിനാളിൽ ജനിച്ചാണ് ഭഗവാൻ. ചെട്ടിയൊക്കെ മഴക്കാറും പറ്റുന്നവർ തിമിരവും, ഒറ്റവനായ കംസനും പടയാളികളും. അംഗബലങ്ങളെല്ലാം നോക്കി നിൽക്കുക അമ്പാടിയും വസുദേവര് കൊണ്ട് വെച്ചു. അപ്പോൾ ഭഗവാൻ വലിയൊരാളാണ് കൃഷ്ണൻ. എല്ലാവരും കൃഷ്ണനെ പ്രാതിപരാധീശം.